Tangential and normal components of acceleration. First module, last section. Equation A equal to acceleration A equal to tangential component plus and normal component. That is AT plus ANN. Where AT is d square s by dt square. That is equal to d by dt of ds by dt. ds by dt is mod v. And AN equal to kappa into ds by dt the whole square. That is equal to kappa into ds by dt is mod v. So mod v square. Formula കിട്ടുന്നത് എങ്ങനെയാണ് the vector v equal to, we know that v equal to dr by dt, that is using chain rule, dr by ds into ds by dt, that is equal to t into dr by ds is t into ds by dt. Again acceleration a equal to dv by dt, velocity derivative, that is equal to d by dt of v യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടു, t into ds by dt. ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ആണ് ആദ്യത്തെ എഴുതിയിരിക്കുന്നത്, ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. സോ ഡി എസ് ബൈ ഡി ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഡി ടി ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് സെക്കൻഡ് ടേം ഡി എസ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി ടി. അവിടെ ചെയിൻ റൂൾ യൂസ് ചെയ്തിരിക്കുന്നു, ഡി ടി ബൈ ഡി എസ് ഡി ടിയെ ഡി ടി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതിയിരിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് ഡി എസ് ബൈ ഡി ടി ഇൻറ്റു again dt by ds, that is kappa into n. നമുക്കറിയാം പ്രിൻസിപ്പൽ യൂണിറ്റ് നമ്മൾ വെക്ടർ n is equal to 1 by kappa into dt by ds. ഫോർമുലയിൽ നിന്ന് dt by ds is equal to kappa into n. അപ്പോൾ dt by ds ന് പകരം kappa into n കൊടുക്കുക, into ds by dt. Then d square s by dt square into t plus again ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നു, kappa into ds by dt the whole square into n. നോക്കുക, ടിയുടെ കമ്പോണൻറ്റ് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ, അതാണ് എ ടി കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ എന്നിൻ്റെ കമ്പോണൻറ്റ് കാപ്പ ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ, അതാണ് എ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ നോർമൽ കമ്പോണൻറ്റ് ഓഫ് ആക്സിലറേഷൻ. എ എൻ കാണാൻ ഫോർമുലയുണ്ട്. ഇവിടെ എ ടി ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ആണ്, എ എൻ കാപ്പ ഇൻറ്റു മോഡ് ബി സ്ക്വയർ ആണ്. കാണാൻ കുറച്ച് സിമ്പിളായിട്ട് ഫോർമുലയുണ്ട്. എ എൻ ഈക്വൽ ടു റൂട്ട് ഓഫ് മോഡ് എ സ്ക്വയർ മൈനസ് എ ടി സ്ക്വയർ. ഇപ്പോൾ എ ടി അറിയാമെങ്കിൽ എ ടി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എ ടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, എ ടി ഈക്വൽ ടു ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ, ഡി ബൈ ഡി ടി ഓഫ് മോഡ് ബി. സിമ്പിളായിട്ട് എ ടി കാൽക്കുലേറ്റ് ചെയ്യാം. സോ എ ടി കാൽക്കുലേറ്റ് ചെയ്താൽ എൻ കാൽക്കുലേറ്റ് ചെയ്യാൻ റൂട്ട് ഓഫ് മോഡ് എ സ്ക്വയർ മൈനസ് എ ടി സ്ക്വയർ കണ്ടാൽ മതി. ഓക്കെ, ഫസ്റ്റ് വൺ പ്രോബ്ലം, വിത്തൗട്ട് ഫൈൻഡിങ് ടി ആൻഡ് എൻ റൈറ്റ് ദ ആക്സിലറേഷൻ ഓഫ് മോഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി മൈനസ് ടി കോസ് ടി ആയി പ്ലസ് കോസ് ടി പ്ലസ് ടി സൈൻ ടി ജെ ടി ഗ്രേറ്റർ ദാൻ 0 ഇൻ ദ ഫോം ഓഫ് എ ഈക്വൽ ടു എ ടി ടി പ്ലസ് എ എൻ എൻ. ഇപ്പോൾ ടി എന്നും കാണാതെ തന്നെ ഇത് കാണാം. അപ്പോൾ നമുക്ക് എന്ത് കാണണം, എ ടിയും ടി എന്നും കാണാതെ അതിനെ വിത്തൗട്ട് ഫൈൻഡിങ് ടി ആൻഡ് എൻ ടു റൈറ്റ് എ ഈക്വൽ ടു എ ടി ടി പ്ലസ് എ എൻ എൻ. അപ്പോൾ ഇങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് വേണ്ടത് എ ടി എ എന്നും കാണുക. അപ്പോൾ എ ടി കാണണമെങ്കിൽ ആദ്യം എ ടി കാണുക, then എ എൻ കാണാം. ഇപ്പോൾ എ ടി കാണാൻ വി കാണുന്നു, വി ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആർ ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി മൈനസ് ടി കോസ് ടി എ. ഡെറിവേറ്റീവ് വരുമ്പോൾ സൈൻ ടി ഡെറിവേറ്റീവ് കോസ് ടി മൈനസ് ടി കോസ് ടി. പ്രൊഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. അപ്പോൾ കോസ് ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് ടി ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ്, കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. സോ ഇതെന്ത് വരും, കോസ് ടിയുടെ ഡെറിവേറ്റീവ് സൈൻ ടി. സോ ഇതെന്ത് വരും, കോസ് ടി പ്ലസ് ടി സൈൻ ടി ആയി പ്ലസ് നൗ കോസ് ടി പ്ലസ് ടി സൈൻ ടി ജെ. ഡെറിവേറ്റീവ് കാണുകയും കോസ് ടി ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി, ദെൻ പ്ലസ് ടി ഇൻറ്റു അവിടെ പ്രൊഡക്റ്റ് റൂൾ ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി, ദെൻ സൈൻ ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ദെൻ ഇവിടെ കോസ് ടി മൈനസ് കോസ് ടി ക്യാൻസൽ, മൈനസ് സൈൻ ടി പ്ലസ് സൈൻ ടി ക്യാൻസൽ, അപ്പോൾ ടി സൈൻ ടി ഐ പ്ലസ് ടി കോസ് ടി ജെ. ദെൻ മോഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ടി സ്ക്വയർ, ith കമ്പോണൻ്റ് സ്ക്വയർ പ്ലസ് jth കമ്പോണൻ്റ് സ്ക്വയർ. സോ ടി സ്ക്വയർ കോസ് സൈൻ സ്ക്വയർ ടി പ്ലസ് ടി സ്ക്വയർ കോസ് സ്ക്വയർ ടി, ഇറ്റ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ കോമൺ ഔട്ട് സൈഡ് എടുത്താൽ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി 1. സോ റൂട്ട് ഓഫ് ടി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. അതിൻ്റെ ടിയുടെ മോഡ് ബി ആണ്, നമുക്ക് നെഗറ്റീവ് വാല്യൂ പാടില്ല. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ടി, ടി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. ഇനി എ ടി എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് മോഡ് ബി, സോ ഡി ബൈ ഡി ടി ഓഫ് ടി ദാറ്റ് ഈസ് 1. ദെൻ എ ഈക്വൽ ടു എ ടി ടി. ഇനി എൻ കാണണമെങ്കിൽ മോഡ് എ കൂടി കാണണം. അപ്പോൾ ഇനി എ കാണാം ആദ്യം, ഡി വി ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു വി ടി സൈൻ ടി പ്ലസ് v is equal to t sin ti plus t cos tj. So dv by dt equal to
derivative of t part is 1 sin t plus then t into sin t derivative cos t I plus then t cos t the derivative. T the derivative 1 into cos t plus t into cos t derivative minus sin tj. So mod b equal to root of and square എടുക്കുക ഇതിൻ്റെ ജയത്തിൻ്റെ കമ്പൗണ്ട് സ്ക്വയേഴ്സിൻ്റെ സം കാണുക. ഓക്കെ, സോ ഓൾ സ്ക്വയർ കാണുമ്പം സൈൻ സ്ക്വയർ ടി പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ രണ്ട് എക്സ്പാൻഡ് ചെയ്യുക. മറ്റേ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം എക്സ്പാൻഡ് ചെയ്യുക. ക്യാൻസൽ ചെയ്താൽ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി. സോ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 റൂട്ട് 1 പ്ലസ് ടി സ്ക്വയർ. സോ മോഡ് ബി സ്ക്വയർ ആക്ച്വലി മോഡ് ബി നമുക്ക് ആവശ്യമില്ലായിരുന്നു. മോഡ് ബി സ്ക്വയർ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ റൂട്ടില്ലാതെ എഴുതി പോയാൽ മതിയായിരുന്നു. ഓക്കെ, ടി സ്ക്വയർ പ്ലസ് 1 എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മോഡ് എ സ്ക്വയർ മൈനസ് എ ടി സ്ക്വയർ മോഡ് ബി അല്ല മോഡ് എ സ്ക്വയർ. ഓക്കെ, മോഡ് എ സ്ക്വയർ ഈസ് റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് 1 മൈനസ് എ ടി സ്ക്വയർ ഈസ് 1 സ്ക്വയർ. സോ റൂട്ട് ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു ടി. സോ എ ഈസ് ഈക്വൽ ടു എ ടി ടി പ്ലസ് എ എൻ എൻ. So it is 1 t plus t n is t tn. So t plus tn. Okay. Again, formulas for computing curvature and torsion. The vector formula for curvature. നമ്മൾ കർവേച്ചർ കാണാൻ ഓൾറെഡി ഒരു ഫോമുല പഠിച്ചു. രണ്ട് ഫോമുല കണ്ടു. കാപ്പ ഈക്വൽ ടു മോഡ് ഡി ടി ബൈ ഡി എസ് നമ്മൾ കണ്ടു. അതുപോലെ കാപ്പ ഈക്വൽ ടു 1 ബൈ മോഡ് ബി ഇൻറ്റു മോഡ് ഡി ടി ബൈ ഡി ടി. അപ്പോൾ കാപ്പ ഈക്വൽ ടു മോഡ് ഡി ടി ബൈ ഡി എസ് യൂസ് ചെയ്യുന്ന എസ് വേരിയബിൾ ആയിട്ടുള്ളപ്പോൾ ദെൻ കാപ്പ ഈക്വൽ ടു 1 ബൈ മോഡ് ബി ഇൻറ്റു മോഡ് ഡി ടി ബൈ ഡി ടി യൂസ് ചെയ്യുന്ന ടി വേരിയബിൾ ആയിട്ടുള്ളപ്പോൾ. ഇനി ഈ ഫോമുല കുറച്ചുകൂടി സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളൊരു ഫോമുല കാപ്പ ഈക്വൽ ടു മോഡ് വി ക്രോസ് എ ഡിവൈഡഡ് ബൈ മോഡ് വി ക്യൂബ്. ഇപ്പോൾ നമുക്ക് ആർ ഓഫ് ടി തന്നാൽ വി ഓഫ് ടി കാണാം, എ ഓഫ് ടി കാണാം, ദെൻ വി ക്രോസ് എ കാണുക, ദെൻ മോഡ് വി ക്യൂബ് കണ്ട ഡിവൈഡ് ചെയ്താൽ മതി. അതുപോലെ ടോർഷൻ കാണാൻ നമുക്കറിയാവുന്നൊരു ഫോമുല നമ്മുടെ ഫോമുല ടോർഷൻ്റെ ഇപ്പം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ടോർഷൻ ടോ ഈക്വൽ ടു മൈനസ് ഡി ബി ബൈ ഡി എസ് ഡോട്ട് എൻ. അപ്പോൾ ആദ്യം ബി കാൽക്കുലേറ്റ് ടിയും എന്നും കാൽക്കുലേറ്റ് ചെയ്ത് ടി ക്രോസ് എൻ ബി കാൽക്കുലേറ്റ് ചെയ്ത് ദെൻ ഡോട്ട് എൻ നോർമൽ വെക്ടർ എന്നും കണ്ടു വേണം. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് വേണം കാണാൻ. സോ അത് സിമ്പിളായിട്ടുള്ള ഫോമുല ഇതാണ്. ടോ ഈസ് ഈക്വൽ ടു മോഡ് എക്സ് ഡോട്ട് വൈ ഡോട്ട് അബ്സല്യൂട്ട് വാല്യൂ ഡിറ്റർമിനൻറ്റ്. ടോ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എക്സ് ഡോട്ട് വൈ ഡോട്ട് ഇസഡ് ഡോട്ട് എക്സ് ഡബിൾ ഡോട്ട് വൈ ഡബിൾ ഡോട്ട് ഇസഡ് ഡബിൾ ഡോട്ട് എക്സ് ട്രിപ്പിൾ ഡോട്ട് വൈ ട്രിപ്പിൾ ഡോട്ട് ഇസഡ് ട്രിപ്പിൾ ഡോട്ട് ഡിവൈഡഡ് ബൈ മോഡ് വി ക്രോസ് ചെയ്ത് സ്ക്വയർ. വി ക്രോസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇവിടെ എക്സ് ഡോട്ട് കൊണ്ട് മീൻ ചെയ്യുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. വൈ ട്രിപ്പിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി ക്യൂബ് വൈ ബൈ ഡി ടി ക്യൂബ്. ഓക്കെ, അതായത് എക്സ് ഡോട്ട് വൈ ഡോട്ട് ഇസഡ് ഡോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എക്സ് വൈ ഇസഡ് ആണ് ആർ ഓഫ് ടിയുടെ കമ്പോണൻറ്റ്. അപ്പോൾ എക്സ് ഡോട്ട് വൈ ഡോട്ട് ഇസഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് അത് പി ഓഫ് ടിയുടെ കമ്പോണൻ്റാണ്. എക്സ് ഡബിൾ ഡോട്ട് വൈ ഡബിൾ ഡോട്ട് ഇസഡ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് എ ഓഫ് ടിയുടെ കമ്പോണൻ്റാണ്. അതിൻ്റെ ഐത്ത് ജേത്ത് എത്ത് കമ്പോണൻറ്റ്. ഇനി എക്സ് ട്രിപ്പിൾ ഡോട്ട് എന്ന് പറയുമ്പം എ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ഡി എ ബൈ ഡി ടിയുടെ കമ്പോണൻ്റാണ്. ഓക്കെ, find kappa and tau for the helix. R of t equal to a cos t a plus a sin t j plus b t k. A b greater than equal to 0. A square plus b square not equal to 0. Okay, kappa curvature is equal to mod v cross a divided by mod v cube. So നമുക്ക് v കാണണം, a വേണം, r of t തന്നിട്ടുണ്ട്, v of t സിമ്പിൾ ആണ്. v of t കാണാം, a of t കാണാം, then v cross a ഡിറ്റർമിനന്റ് കാണാൻ അറിയാം, i j k ഡിറ്റർമിനന്റ് വാല്യൂ കാണുക, വിയുടെ കമ്പോണൻറ്റ് എയുടെ കമ്പോണൻറ്റ് ഡിറ്റർമിനൻ്റ് കാണുന്നു, ദെൻ കാപ്പ കാണാം, സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. റൂട്ട് ഓഫ് എ സ്ക്വയർ കാപ്പ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എ റേസ്റ്റ് 4 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഓൾ ക്യൂബ്. എ സ്ക്വയർ കോമൺ ഔട്ട്സിലെടുത്ത് ഡിറ്റർമിനൻ്റ് ഔട്ട്സിലെടുക്കുമ്പോൾ എ വരും. എ ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ദെൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഓൾ റേസ്റ്റ് 3/2 ആൻഡ് ഈസ് ഈക്വൽ ടു this one is denominator root of a square plus b square all cube. That is our denominator. So root of b square plus a square numerator ഉണ്ട്. ക്യാൻസൽ ചെയ്താൽ ക്ലിയർ ആണെന്ന് തോന്നുന്നു. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മുകളിൽ താഴെ ക്യാൻസൽ ആവും. സോ മുകളിൽ എ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിലും എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഓൾ റേസ്റ്റ് 2/2 വരും. ദാറ്റ് ഈസ് 1. ടോ കാൽക്കുലേറ്റ് ചെയ്യാൻ സെയിം വേ ആദ്യം വി ഓഫ് ടിയുടെ കമ്പോണൻസ്, അതായത് മൈനസ് എ സൈൻ ടി, വി ഓഫ് ടി എന്ന് പറയുന്നത്
മൈനസ് എ സൈൻ ടി എ പ്ലസ് എ കോസ് ടി ജെ പ്ലസ് ബി കെ ആണ്. സോ അതിൻ്റെ കമ്പോണൻറ്റ് മൈനസ് എ സൈൻ ടി എ കോസ് ടി ബി ആണ് ഫസ്റ്റ് റോയിൽ വന്നിരിക്കുന്നത്. ദെൻ എക്സ് ഡബിൾ ഡോട്ട് വൈ ഡബിൾ ഡോട്ട് ഇസഡ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് എ ഓഫ് ടിയുടെ കമ്പോണൻറ്റ് മൈനസ് എ കോസ് ടി മൈനസ് എ സൈൻ ടി. അപ്പോൾ മൈനസ് എ കോസ് ടി മൈനസ് എ സൈൻ ടി അവിടെ കേത്ത് കമ്പോണൻ്റ് ഇല്ല, സോ അതിന് 0 വാല്യൂ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് എ കോസ് ടി മൈനസ് എ സൈൻ ടി 0 ഡി എ ബൈ ഡി ടി കാണുക. അതിൻ്റെ കമ്പോണൻറ്റ് എ സൈൻ ടി മൈനസ് എ കോസ് ടി കേത്ത് കമ്പോണൻറ്റ് 0 ഡിവൈഡ് ബൈ നമ്മൾ വി ക്രോസ് എ കണ്ടാണ് അതിൻ്റെ സ്ക്വയർ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാം. ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ കർവേച്ചർ ആൻഡ് ടോർഷൻ ഓഫ് എ ഹെലിക്സ് അബൌട്ട് എ സർക്കുലർ സിലിണ്ടർ ആ കോൺസ്റ്റൻറ്റ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കാപ്പയും ടോയും രണ്ടും എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അനദർ വൺ ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. വേരിയബിൾ ടി വരുന്നില്ല, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ഇത് വാല്യൂസും കോൺസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് ഫോർമുല ഫോർ കർവേച്ചർ ഇൻ സ്പേസ്. നമ്മൾ ഇതുവരെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടേഴ്സ് നമ്മൾ കണ്ടതിൻ്റെ എല്ലാം ഫോർമുല ഇല്ല. യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ തൊട്ടുള്ള സെക്ഷൻ്റെ അവിടെ വരെയുള്ള തൊട്ടുള്ള സെക്ഷൻ്റെ ഫോർമുലാസ്. ടാൻജൻറ്റ് വെക്ടർ ടി കാണാൻ, എൻ കാണാൻ, ബി കാണാൻ, കാപ്പ കാണാൻ 2 ഫോർമുല, സെക്കൻഡ് വൺ ആണ് സിമ്പിളായിട്ട് ചെയ്യാം. ടോ കാണാൻ 2 ഫോർമുല, സെക്കൻഡ് വൺ സിമ്പിളാണ്. ദെൻ എ ടാൻജൻറ്റ് കമ്പോണൻറ്റ്, നോർമൽ കമ്പോണൻറ്റ്. ഞാൻ എക്സസൈസ് ടെസ്റ്റിൽ എക്സസൈസ് വേണമെന്നൊരു സജഷൻ പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് ടെസ്റ്റിൽ എക്സസൈസ് ഫോട്ടോ എടുത്തിരിക്കുന്നത് 2 ടെസ്റ്റിൽ ആ സെക്ഷൻ്റെ എക്സസൈസ്. ഇതൊരു സെക്ഷൻ്റെ മാത്രമേ ആവുന്നുള്ളൂ. ലാസ്റ്റ് സെക്ഷൻ്റെ 5 സെക്ഷനാണ് വരുന്നത്. അതിൽ ടോർഷൻ ആൻഡ് യൂണിറ്റ് ബൈനോമിയൽ വെക്ടർ ബി എന്ന സെക്ഷനിലെ എക്സസൈസാണ്. ദെൻ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്യുക. ദെൻ ഓഡ് നമ്പർ ടിക്കറ്റ് ഇരിക്കുന്നത് ഓഡ് നമ്പറിൻ്റെ ആൻസേഴ്സ് ടെസ്റ്റിൻ്റെ ബാക്കിലുണ്ട്. നിങ്ങൾക്ക് ആൻസർ കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന് പറഞ്ഞാണ്. ഓഡ് നമ്പേഴ്സും ചെയ്യുക. ടിക്കറ്റ് ഇരിക്കുന്ന ഓഡ് നമ്പേഴ്സാണ് ഞാൻ ടിക്കറ്റ് ഇരിക്കുന്നത്, എല്ലാം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ 1 തൊട്ട് 15 വരെയുള്ള ഓഡ് നമ്പേഴ്സ് വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ 24 ഒന്ന് നോക്കണം. ദെൻ 29, 31 വേറെ പ്രോബ്ലംസ് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്യാം. സാധാരണഗതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരാറ്. ദെൻ ഇപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെയുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ അത്രയും പ്രോബ്ലം